പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഭരണ ആവശ്യത്തിനായി അയക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുആദ്, താങ്കൾ ആദ്യമായി ജനങ്ങൾക്ക് സ്രഷ്ടാവിനെക്കുറിച്ചും അവന്റെ ദൂതനെക്കുറിച്ചും പരിചയപ്പെടുത്തി കൊടുക്കുക. അതവർക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുമ്പോൾ മാത്രം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നും നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവർ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിൽ സ്ഥിരതയുള്ളവരായി കഴിയുകയും ചെയ്യുമ്പോൾ മാത്രം അവർക്ക് നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, താങ്കൾ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക. അവർക്ക് പ്രയാസമുണ്ടാക്കരുത്. അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക എന്നത്. എന്നാൽ ഇന്ന് നാം എങ്ങനെയാണ് നമ്മുടെ ചുറ്റിലുമുള്ളവരിലേക്കും നമ്മുടെ മക്കളിലേക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിൻ്റെ അരികത്തേക്ക് അവർ വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെയാണ്. എന്നാൽ ഇത് പറയരുതെന്നല്ല, മറിച്ച് ഇങ്ങനെയുള്ള നിയമങ്ങളിൽ മാത്രമായിരിക്കരുത് നമ്മുടെ ഫോക്കസ്. ആരെങ്കിലും സൃഷ്ടാവിനെ അറിയാൻ, ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവർ ഒരു പ്രവാചകനോ സ്വഹാബയോ ആയി മാറണമെന്ന വാശിയാണ് നമ്മളിൽ പലർക്കും. മറിച്ച് മതത്തിലേക്ക് വളരാൻ അവർക്ക് സമയം നൽകുക. സംശയങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും അവർക്ക് അവസരങ്ങൾ നൽകുക. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ നാം സ്വയം ഖുർആനോട് സംസാരിച്ചു തുടങ്ങുക. നമ്മളുടെ ജീവിതം കൊണ്ട് അവർക്ക് മാതൃകയാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.